ഓം ശാന്തി. ഞാൻ എൻ്റെ സങ്കല്പങ്ങളെ ചുരുക്കി ബുദ്ധിയെ സ്വയം തന്നിലേക്ക് തിരിക്കുന്നു. ആത്മസ്വരൂപത്തിൽ സ്ഥിതമായി ബുദ്ധിരൂപി നേത്രത്തിലൂടെ ഒരു തിളങ്ങുന്ന മസ്തകമണിയായ ഞാൻ വിദേഹി ആത്മാവാണ്. ഞാൻ ആത്മാ ഈ പരിധിയില്ലാത്ത ഡ്രാമയിൽ വേറെ വേറെ ശരീരം ധാരണ ചെയ്ത് എൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. ഈ കൽപ്പത്തിൽ പാർട്ട് പൂർണ്ണമാകാനുള്ള സമയമായി. അതിനാൽ ഈ പഴയ ശരീരമാകുന്ന ഡ്രസ് ഒഴിവാക്കി എൻ്റെ വീടായ പരമധാമത്തിലേക്ക് പോകണം. ഞാൻ ആത്മാ ബന്ധനമുക്തമാകുന്നു. യോഗയുക്ത ആത്മാവാണ്. ഇപ്പോൾ മനസ്സിൽ ഒരു സ്മൃതി ജാഗൃതമാകുന്നു. സർവ സംഘങ്ങളും ഒഴിവാക്കി ഒരു സംഘത്തിൽ ചേരൂ. ഞാൻ ദേഹബോധത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. ഞാൻ ബാബയുടെ സ്നേഹിയാണ്. മനസ്സിന്റെ പ്രീതി, ബുദ്ധിയുടെ സംഘം കേവലം ഒരു ബാബയോടാണ്. സർവ ഉത്തരവാദിത്വങ്ങളും പരിപാലിച്ചുകൊണ്ട് ബുദ്ധിയുടെ സംഘം ഒരു ബാബയോടാണ്. ഞാൻ ഈ സേവാസ്ഥാനത്തിൽ ഒരു ട്രസ്റ്റി ആയിരിക്കുന്നു. എന്റേതെല്ലാം നിന്റേതാണ്. ഈ ശരീരവും നിന്റേതാണ്. ഇതെല്ലാം ബാബ ഈശ്വരീയ സേവയിലേക്ക് തന്നതാണ്. ഞാൻ വിദേഹി ബാബയെ എൻ്റെ സദാകാലത്തേക്ക് സാക്ഷിയാക്കിയിരിക്കുന്നു. ഹൃദയത്തിൽ ബാബയുടെ പ്രതി സത്യമായ പ്രീതിയുണ്ട്. മനസ്സിൽ ഒരേ ഒരു വചനം ബാബ ബാബ ബാബ. ഓരോ ശ്വാസത്തിലും ബാബയുടെ സ്മൃതിയാണ്. സങ്കല്പത്തിലും ഒരു ബാബ, വാണിയിലും ഒരു ബാബ, കർമ്മത്തിലും ഒരു ബാബയുടെ കൂട്ടുകെട്ട്. നിരന്തരം ഒരു ബാബയുടെ ധ്വനി. സംബന്ധം, സംസാരം സർവ്വതിൽ നിന്നും സംഘം ഒഴിവാക്കി ബുദ്ധിയുടെ സംഘം ഒരു ബാബയോട് ചേർത്തിരിക്കുന്നു. ഈ പഴയ ലോകം അസാരമായി തോന്നുന്നു. ഇപ്പോൾ ബാബയാണ് എൻ്റെ ലോകം. ഞാൻ ആത്മാ എൻ്റെ നിരാകാരി പിതാവിൻ്റെ പ്രീതിയിൽ സമ്പൂർണമായി ലയിച്ചിരിക്കുന്നു. ഞാൻ അവിനാശി ആത്മാവിൻ്റെ അവിനാശി ബാബയോട് അവിനാശിയായ ബന്ധമാണ്. സദാകാലത്തേക്കുള്ള മുറിയാത്ത അവിനാശി സംഘമാണ്. നിരന്തരം ഈ അനുഭൂതിയിൽ ഞാൻ സ്ഥിതമായിരിക്കുന്നു. സത്യമായ പ്രീതിയുള്ളവർ സദാ വിജയിയാകും. സദാ ബാബയോടൊപ്പം സത്യസംബന്ധരായിരിക്കുന്നു.
ദിവസവും അമൃതവേളയിൽ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുന്നു. സേവനത്തിൽ അസ്ഥികളർപ്പിക്കുന്നു. ബുദ്ധി ലോകകാര്യങ്ങളിൽ അലയില്ല. വിപരീത ബുദ്ധിയുള്ളവരുടെ വിനാശമുണ്ടാകും. പ്രീത ബുദ്ധിയുള്ളവരുടെ വിജയമുണ്ടാവുകയും ചെയ്യുന്നു. ബാബ ആനന്ദസാഗരനും ജ്ഞാനസാഗരനുമാണ്. ഞാൻ പൂർണ്ണ പരിശ്രമം ചെയ്ത് 21 ജന്മത്തേക്കുള്ള സമ്പത്തെടുക്കുന്നു. ബാബ കുട്ടികളോട് പറയുന്നു, ഒരു ബാബയെ മാത്രം ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. വിനാശകാലെ പ്രീതബുദ്ധിയുള്ളവരായി മാറൂ. ഇത് അവസാന ജന്മമാണ്. ഈ ജന്മത്തിൽ പ്രീതിയില്ലെങ്കിൽ പദവിയും ലഭിക്കുന്നില്ല. അമൃതവേളയിൽ ഏകാന്തതയിൽ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം സന്തോഷത്തിൻ്റെ ലഹരി വർദ്ധിക്കും. ഞാൻ ശരീരം, മനസ്സ്, ധനം ഇവയിലൂടെ എനിക്കു വേണ്ടി രാജധാനി സ്ഥാപിക്കുകയാണ്. ഞാൻ ബാബയോട് സത്യമായ ഹൃദയം വയ്ക്കുന്നു. പരസ്പര പ്രിയതമനും പ്രിയതമയുമാകരുത്. ഒരു ബാബയോട് മാത്രം പ്രീതി യോജിപ്പിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് സർവശക്തികളുടെയും സമ്പത്തിനാൽ സമ്പന്നരായി ദാതാവാകുന്ന വിധാത വരദാതാവാകുന്നു. വേണം വേണം എന്ന വാക്ക് ദാത, വിധാത, വരദാത കുട്ടികൾക്ക് ശോഭിക്കില്ല. അവർ വിശ്വത്തിലെ ഓരോ ആത്മാക്കൾക്കും ദാനമോ വരദാനമോ നൽകുന്നവരായിരിക്കും. ഓരോ ആത്മാവിനും എന്തെങ്കിലും പ്രാപ്തി ചെയ്യിക്കുന്ന വരദാനമാണ് സദ്വചനം. ഓം ശാന്തി.